ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് മസ്കറ്റിലെ ടോപ്പ് ടൂറിസ്റ്റ് പ്ലേസായ അൽമൗജിലേക്കാണ്. അൽമൗജ് അഥവാ വേവ് മസ്കറ്റ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഒരു മാസം തന്നെ 1 ലക്ഷവും 2 ലക്ഷവും റെൻ്റ് വരുന്ന ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സും വില്ലാസും ഇവിടെ തന്നെ ഉണ്ട്. മാത്രമല്ല ഒരുപാട് മാളുകളും റെസ്റ്റോറൻറ്റ്സും കഫേകളും ഹോട്ടൽസും തുടങ്ങി നമുക്ക് വേണ്ട ബേസിക്കായ എല്ലാം ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ട്. വണ്ടിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബഗ്ഗി പാർക്ക് ഏരിയ വഴിയാണ് എൻട്രി ചെയ്യുക. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ എല്ലാവർക്കും എൻട്രി അലൗഡ് ആണ്. നമ്മൾ കടന്നു വരുന്ന ഈ നടപ്പാതയുടെ 2 ഇരുവശങ്ങളിലുമായി നിരനിരയായി നിൽക്കുന്ന ഈന്തപ്പനകളും തോട്ടിലായി വിശാലമായ ഓപ്പൺ റെസ്റ്റോറൻറ്റുകളുമാണ് കേട്ടോ കാണുന്നത്. മനോഹരമായി തന്നെ അടുത്തടുത്തായി ഹോട്ടൽസും കഫേകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അൽമൗജിൻ്റെ എൻട്രൻസ് ഭാഗത്തെത്തി. വിശാലമായൊരു ഗ്രൗണ്ടാണ്, അതിൻ്റെ ചുറ്റും റെസ്റ്റോറൻറ്റുകളാണ്. നമ്മളിപ്പോൾ വന്നത് ഈദിൻ്റെ ടൈമിലാണ്, അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റുകളും ഫുഡ് കോർട്ടുകളൊക്കെ ക്ലോസ്ഡ് ആണ്. ഈവനിങ് ആകുമ്പോഴേക്കും തിരക്കുകൾ വന്നു തുടങ്ങും. ഡൈനിങ് ഏരിയാസൊക്കെ നല്ല മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഇവിടെ സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ ഒരു വലിയൊരു സ്ക്രീന് പ്ലേ ആയിട്ടുണ്ട്. ഇവിടെ ചില അപ്പാർട്ട്മെൻറ്റുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ച ഫ്ലവേഴ്സും ട്രീസൊക്കെ കാണാം. കാണുന്ന സ്ക്രീനിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് ബോട്ടിങ്ങിൻ്റെ രജിസ്ട്രേഷനും ബഗ്ഗി പാർക്കിലേക്കൊക്കെ പോകേണ്ടത്. കാണുന്ന റൈറ്റ് സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ബീച്ചിൻ്റെ വ്യൂസൊക്കെ കാണാം.
ഇവിടെ നമുക്ക് ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇതിൽ ചിലത് ഇവിടെ വില്ലാസിലും അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നതിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ബോട്ടുകളായിരിക്കും. പിന്നെ ഇവിടുത്തെ ഒമാൻ ടൂറിസം ഇവിടുത്തെ ബോട്ടുകൾ പാർട്ടികൾക്കും മീറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈദിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എടുക്കാറുണ്ട്. ഇതാണ് ബോട്ടിങ്ങിനുള്ള വിൻഡോ. നമ്മൾ പെയ്ഡ് ചെയ്താലാണ് ഇത് ഓപ്പൺ ആവുള്ളൂ. ഓഫീസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമുക്കൊരു ഒമാൻ സെയിൽ പറഞ്ഞൊരു സ്കൂൾ കാണാം. ബീച്ചിൽ ചെയ്യുന്ന വിനോദങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളാണിത്. ഇതൊക്കെ ഉള്ളതെന്ന് നമുക്കിവിടെ പിക്ചറിൽ കാണാം. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ബഗ്ഗി പാർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെ ജോഗിങ്ങിനും എക്സസൈസിനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരും. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ മോസ്റ്റ് അട്രാക്റ്റീവ് പറയുന്നത് ഇവിടുത്തെ വണ്ടികളിൽ വിൽക്കുന്ന ഫുഡുകളാണ്. അത് കാണുമ്പോൾ തന്നെ ആളുകൾ അവിടെ പോയി മേടിക്കും. നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാം ജർമ്മനി ടു ഒമാൻ പറഞ്ഞിട്ടുള്ളൊരു ഡബിൾ ട്രക്ക് ബസ്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഈ ബഗ്ഗി പാർക്കിലുണ്ട്. കിഡ്സുമായിട്ടൊക്കെ വരികയാണെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണിത്. കാണുന്ന സ്കൈ ബ്ലൂവും പിങ്കും കളറിലതാണ് ഇവിടുത്തെ വാഷ്റൂമുകൾ. അതും ഒരു ട്രക്കിൻ്റെ രൂപത്തിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന അൽമൗജ് ബീച്ച് ഏകദേശം 6 കിലോമീറ്ററോളം ചുറ്റിയാണ് കിടക്കുന്നത്. ഇതിന് ചുറ്റുമായിട്ടാണ് അപ്പാർട്ട്മെൻറ്റ്സും ലക്ഷറി വില്ലാസൊക്കെ ഉള്ളത്. നമ്മൾ വരുമ്പോൾ ക്ലോസ് ചെയ്തിരുന്ന ഷോപ്പുകളൊക്കെ ഇപ്പോൾ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പെർഫ്യൂംസും ജ്വല്ലേഴ്സും ഫുഡ് ഐറ്റംസൊക്കെ വിൽക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ നമുക്കിവിടെ കാണാം. നമ്മുടെ ഹണിയാണ്. അതിലെന്തൊക്കെ ഇട്ട് വെച്ചിരിക്കുക തോന്നുന്നു, പിക്കിൾസ് പോലെ. ഇവിടെ നമ്മൾ എന്തെടുത്താലും നല്ല റേറ്റ് ആയിരിക്കും. കാരണം ഇതൊരു ലക്ഷറി സിറ്റി തന്നെയാണല്ലോ. നമ്മളിപ്പോൾ കാണുന്നത് സാൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന ലക്ഷറി റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അൽമൗജ് മറീന ബീച്ച് ഏകദേശം 6 കിലോമീറ്ററോളം നമുക്ക് ചുറ്റി നടന്ന് കാണാം. ചുറ്റും ഇതുപോലുള്ള ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ആണ്, അതേപോലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. താഴെ ചിലപ്പോൾ റെസ്റ്റോറൻറ്റുകളോ കഫേസ് ആയിരിക്കും. മുകളിൽ ഇതുപോലെ വില്ലാസൊക്കെ ആയിരിക്കും. ഏറ്റവും മുകളിലായിട്ട്
ഏകദേശം റെസ്റ്റോറൻറ്റുകളെക്കാളും കുറച്ച് താഴ്ന്ന ഭാഗത്തൂടെയാണ്. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് തന്നെ നമുക്ക് ബീച്ചിൻ്റെ വ്യൂ നന്നായി ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് കുറച്ച് ദൂരം മുൻപോട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഏറെ അതിശയിപ്പിക്കുന്നൊരു കാഴ്ച കാണുന്നത്. ഇതാണ് ഗോൾഡൻ ഷിപ്പ്. ഇത് ഫുള്ള് ഗോൾഡാണ്. ഇത് ഫുള്ള് കവർ ചെയ്തുകൊണ്ട് ഒരു ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. ജ്വൽ ഓഫ് മസ്കറ്റ് എന്നറിയപ്പെടുന്ന ഈ ഗോൾഡൻ ഷിപ്പിൻ്റെ ഹിസ്റ്ററി ഇതിന് താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. ഈ കാണുന്ന കവാടത്തിനകത്ത് നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ്. ഇതൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മനോഹരമായൊരു ഭാഗമാണ്. നൈറ്റ് വ്യൂ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലൈറ്റൊക്കെ ഇടുമ്പോൾ അടിപൊളിയായിരിക്കും. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ബീച്ചിൻ്റെ ഭംഗി കാണാൻ പറ്റും. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിന് മുകളിൽ നിൽക്കുമ്പോൾ അതിലും മനോഹരമാണ്. ഇനിയും നമുക്ക് ഒരുപാട് ചുറ്റി കാണാനുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള സമയം പരിമിതമായതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരാൻ തീരുമാനിക്കുകയാണ്. ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങി. വളരെ മനോഹരമാണ് കാണാൻ. ഈദിൻ്റെ സമയമായതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും മനോഹരം. റെസ്റ്റോറൻറ്റുകളൊക്കെ തുറന്നു. ആളുകളൊക്കെ വരാൻ തുടങ്ങി. നമ്മൾ കണ്ട ഷിപ്പാണത്. അതിപ്പോൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്.
ഞങ്ങൾ മസ്കറ്റിലെ അൽമൗജിനോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് മടങ്ങുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.